അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 18 എൻ്റെ അല്ലൂസിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ചെറിയ രീതിയിൽ വൈകുന്നേരം ഒരു കേക്ക് കിട്ടിയെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവളെ കൊണ്ട് തന്നെ വീടൊക്കെ ക്ലീൻ ചെയ്യിപ്പിക്കണം. എത്ര അടിച്ചുവാരി ഇട്ടാലും അവളതെല്ലാം വൃത്തിയിടാക്കും. അപ്പോൾ അവൾ ഇനി അത് ക്ലീൻ ചെയ്യും. ഞാനാണെങ്കിൽ ചെറിയ രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കുവാണ്. അല്ലു എപ്പോഴത്തേക്കും വന്ന് പിണങ്ങിയൊക്കെ നിൽപ്പുണ്ട്. നമ്മൾ അവളോട് കേക്ക് കട്ടിങ് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവൾക്ക് ദേഷ്യമാണ് കേട്ടോ. അപ്പം കേക്ക് കട്ടിങ് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര സന്തോഷമായി. ഉടനെ തന്നെ അവൾക്ക് പുതിയ ഡ്രസ്സ് ഇടണം, മേക്കപ്പ് ഇടണം, ലിപ്സ്റ്റിക് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവളെ റെഡിയാക്കി നിർത്തിയായിരുന്നു. പിന്നെ ഓടിച്ചാടി നടന്ന് അവൾ തന്നെ ഡെക്കറേറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് അവളുടെ കുട്ടിപ്പട്ടളം ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഇവിടെ ആരുടെങ്കിലും ബർത്ത്ഡേ വന്ന് അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അല്ലൂസ് ഭയങ്കര ഹാപ്പിയാണ്. അവളുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ അവൾ ഭയങ്കര ജാടയൊക്കെ ഇട്ട് നടക്കുമായിരുന്നു. പിള്ളേർക്കൊക്കെ കേക്കൊക്കെ ഷെയർ ചെയ്തായിരുന്നു. അതിനുശേഷം നമ്മളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചായിരുന്നു. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഉണ്ടാക്കിയിട്ട് പറയല്ല കേട്ടോ. അങ്ങനെ ഞാനും ലാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്തത്, അല്ലുവിന് ഗിഫ്റ്റ് കൊടുത്തില്ല. അപ്പോഴും തന്നെ ചേട്ടൻ ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. ഞങ്ങൾ അവൾക്ക് വാച്ചാണ് മേടിച്ചത് കേട്ടോ. കാരണം അവൾക്ക് വാച്ച് വേണമെന്ന് അവൾ കുറേ നാളുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവളുടെ കൂതറ സ്വഭാവം പുറത്തെടുത്തായിരുന്നു. അവൾക്ക് ലൈറ്റ് കത്തുന്നില്ല എന്ന് പറഞ്ഞ് അവൾ ഭയങ്കര വാശിയായിരുന്നു. പിന്നെ ലൈറ്റ് കത്തിച്ച് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അവൾ ഹാപ്പി. അപ്പോൾ ഇത്രയോടെ ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.